നമ്മുടെ അനുമോളും അഭിലാഷും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അനുമോൾ ഇങ്ങനെ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം അവർ ചോറിട്ടതേ ഉള്ളതിന് എപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല, കുറച്ച് ഒണിയിലിനും എടുത്ത് മാറ്റി വെച്ചിട്ട് അഭിലാഷിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് സ്റ്റോർ റൂമിലോട്ട് വിളിച്ചത് ചിലപ്പോൾ ഡ്രസ്സിൻ്റെയൊക്കെ മെഷർമെൻറ്റ്, ഫിനാലയിലെ ഡ്രസ്സിൽ ഇടാനുള്ള ഡ്രസ്സിൻ്റെയൊക്കെ മെഷർമെൻ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ് ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആര്യൻ എന്നെ വല്ലാണ്ട് കുത്തി നോവിക്കുന്നുണ്ട്, വെറുതെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ആര്യൻ നോക്കുന്നുണ്ട്, ഞാൻ ആ കാര്യം പിന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പം അഭിലാഷ് പറഞ്ഞാൽ കുത്തിയാൽ നോവും, അതങ്ങനല്ലേ, കുത്തിയാലല്ലേ നോവത്തുള്ളൂ. അപ്പം അനുമോൾ ചോദിക്കുന്നത് എന്തിനാ ഇവരെന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ഇഷ്ടമല്ലാത്തവർ എന്തിനു സപ്പോർട്ട് ചെയ്യരുത്, മാറി നിൽക്കണം, ഇഷ്ടമുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യണം. ബിഗ് ബോസ് തന്നെ പറഞ്ഞ എന്തിനാ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഭിലാഷ് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്താൽ പോരെ, ഇഷ്ടമല്ലാത്തവരെ. അപ്പോൾ അനുമോൾ ചോദിക്കുന്നത് ഇഷ്ടമല്ലാത്തവരുള്ളവർക്ക് മിണ്ടാതിരുന്നൂടെ, എന്തിനാ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുന്നതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറഞ്ഞു ഞാൻ വന്നത് എനിക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനാണ്, എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലുള്ളവരെ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അഭിലാഷ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ അപ്പാനിയെ വിളിച്ചുകൊണ്ട് പോയത്. അനുമോളും അപ്പാനിയും തമ്മിൽ ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അതാ മസ്താനിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മസ്താനിക്ക് അപ്പാനിയോട് മിണ്ടണമെന്നുണ്ട്, അപ്പാനിയാണെങ്കിൽ ഒരു തരത്തിൽ അടുക്കുന്നില്ല, മാറി മാറി നടക്കുക, മസ്താനിയോട് മിണ്ടണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അഭിലാഷ് പറയുന്നത് അത് അവൻ്റെ അഹങ്കാരം. കാരണം അന്ന് വിഷുവിൻ്റെ അന്ന് രാത്രിയിൽ മസ്താനി എന്ത് മോശമായിട്ടുള്ള ചീത്തയാണ് വിളിച്ചെന്നറിയാവോ. എന്നെയാണ് അത് വിളിച്ചിരുന്നെങ്കിൽ അവന് ഞാൻ നല്ലത് കൊടുത്തേനെ, നിന്നെ വിളിച്ചിരുന്നെങ്കിൽ നീ നല്ലത് കൊടുത്തേനെ. ഇപ്പോൾ ആ പെണ്ണായതുകൊണ്ടല്ലേ, അവൾക്ക് എന്തോരം മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അവനത് വിളിച്ചത്. പുറത്ത് പോയിട്ട് അവൾ എന്തോരം അനുഭവിച്ചെന്ന് ട്രോമയൊക്കെ അവൻ കണ്ടതല്ലേ. എന്നിട്ട് അവൻ അവളോടൊന്ന് മിണ്ടിക്കൂടെ, അവനെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ അഭിലാഷ് പറയുന്നുണ്ട്. ഇതവൻ്റെ അഹങ്കാരമാണ്, അഹങ്കാരം കൂടുതലങ്ങ് കാണിക്കുവാണെന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് രാവിലത്തെ മോർണിംഗ് ടാസ്ക് ഞങ്ങൾക്ക് കിട്ടിയില്ലേ, നമുക്ക് ഇഷ്ടമുള്ളവരെക്കുറിച്ച് സോറി പറയാനും താങ്ക്സ് പറയാനുള്ള ഒരു അവസരം. അപ്പോൾ അപ്പാനി പറയാണ് ആ ടാസ്ക് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മസ്താനിയോട് സോറി പറയുന്നു. അത്രയും പബ്ലിക്കിൻ്റെ മുമ്പിൽ അപ്പാനിക്ക് സോറി പറയാമെങ്കിൽ എന്താണ് അപ്പാനിക്ക് മാറ്റി നിർത്തി മസ്താനിയോട് ഒരു സോറി പറഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നം എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. അത് അവൻ്റെ അഹങ്കാരമാണെന്നുള്ള രീതിയിൽ അഭിലാഷും പറയുന്നു. ഞാൻ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വരാൻ പുള്ളിക്ക് ഭയങ്കര പേടി, ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, ക്യാമറ പേടിയാണ്. നമ്മളെന്തിനാ ഇങ്ങനെ ക്യാമറ നോക്കുന്നത്, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം. ഇപ്പോൾ ക്യാമറ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റും. അപ്പം ഇനി ഇതിന് ഇത്രയും ക്യാമറ കിടന്ന് പേടിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ സംസാരിക്കുന്നുണ്ട്.